വെൽക്കം ടു ഓൺ ദ ഗോ വിത്ത് ജിജീസ്. ഓൺ ദ ഗോ വിത്ത് ജിജീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയായിരിക്കും ഞാനിപ്പോൾ കിഗാലിയിലാണ് ഉള്ളത്. ഇനി കിഗാലി എവിടെയാണെന്നല്ലേ? കിഗാലി റുവാണ്ടയിലാണ്. റുവാണ്ട എവിടെയാണ്? ഈസ്റ്റ് ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യമാണ് റുവാണ്ട. നമ്മുടെ മണിപ്പൂർ, മേഘാലയ അത്രയും വലുപ്പം, നമ്മുടെ ആ സ്റ്റേറ്റിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു കുഞ്ഞ് രാജ്യമാണ് കേട്ടോ റുവാണ്ട. അപ്പം ഈ വ്ളോഗിലൂടെ, എൻ്റെ ഇനി വരുന്ന വ്ളോഗിലൂടെയൊക്കെ ഞാൻ റുവാണ്ട നിങ്ങൾക്ക് കാണിച്ചു തരാം, കിഗാലി എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി. വളരെ ഭംഗിയുള്ളൊരു ലാൻഡ്സ്കേപ്പാണ് കിഗാലി, റുവാണ്ട ഇൻ ജനറൽ. കണ്ടോ, ഫുൾ ഹില്ലും വാലിയും ആണ്. മെഡോസും ഹില്ലും കുന്നും താഴ്വരകളും തന്നെയാണ് ഇവിടെയുള്ളത്. കയറ്റവും ഇറക്കവും. കുന്നുകളൊന്നും അവർ അടിച്ച് നിരപ്പാക്കിയിട്ടില്ല, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ലാൻഡ്സ്കേപ്പ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കുറേ കയറ്റം കയറണം, അതേപടി ഇറങ്ങും വേണം. റുവാണ്ട എന്ന് പറഞ്ഞത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് കേട്ടോ. 1000 ഹിൽസ് എന്നാണ് അതിൻ്റെ പേര്. സൗത്തിൽ ബറൂണ്ടി, ഈസ്റ്റിൽ ടാൻസാനിയ, വെസ്റ്റിൽ കോങ്കോ, യുഗാണ്ട നോർത്തിൽ. ഇതാണ് ഇവരുടെ ബൗണ്ടറീസ്. ചുറ്റും ഈ കൺട്രീസാണ്. സീ ഇല്ല, ഇടയ്ക്കൊരു ലേക്ക്, ഉള്ളിൽ ലേക്ക് ഉണ്ട് അവർക്ക്, അത്രയേ ഉള്ളൂ. നല്ല വൃത്തിയുള്ള ക്ലീനസ്റ്റ് സിറ്റി ഇൻ ആഫ്രിക്കയാണ് കേട്ടോ കിഗാലി. ഭയങ്കര വൃത്തിയാണ്, എപ്പോഴും റോഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര നീറ്റായിട്ടുള്ള സിറ്റിയാണ്. ആളുകളും നല്ല വാം വെൽക്കമിങ്, നല്ല ആളുകളാണ്. ഏറ്റവും നല്ലത് അവിടുത്തെ ക്ലൈമറ്റാണ്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ഗുഡ്. ദ ക്ലൈമറ്റ് നല്ല കോട മഞ്ഞും തണുപ്പും, ഇളം തണുപ്പും മഴയും ഒക്കെ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ്. ടോപ്പോഗ്രഫി കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ രാജ്യത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് കിൻറിയവാണ്ടയാണ് കേട്ടോ. കിനിയവാണ്ടയാണ് ഇവരുടെ ലാംഗ്വേജ്. കുറേ ട്രൈബ്സാണ് കേട്ടോ ഈ റുവാണ്ടയിലുള്ളത്. അവരാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. 1994 ഇവിടെ വലിയൊരു ജനോസൈഡ് നടന്നതാണ്. അതിനുശേഷം കൺട്രി ഇപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് ഭംഗിയാണ് ഇവിടെ കാണാൻ. എല്ലായിടത്തും പച്ചപ്പാണ്, പച്ചപ്പ് കണ്ടോ. പുതിയ ഡെവലപ്മെൻറ്റ്സൊക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ ഡൗൺ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ധാരാളം മലയാളീസും ഇന്ത്യക്കാരും ഉണ്ട്. ഗുജറാത്തീസും മലയാളീസും ആണ് ഇവിടുത്തെ ലാർജസ്റ്റ് ഇന്ത്യൻ എക്സ്പാറ്റ് കമ്മ്യൂണിറ്റി. കഴിഞ്ഞ ആഴ്ച ഒരു മലയാളി അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിലൊക്കെ ഒരു ഭാഗമാകാൻ പറ്റി. ഇവിടെ ആളുകൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കണ്ടു. വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ അവർ സെലിബ്രേറ്റ്. അങ്ങനെ കിഗാലി സിറ്റി വാക്കിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുത്തുള്ള വിഷ്വൽസാണ് ഇതെല്ലാം. ആ പോകുന്നത് ഇലക്ട്രിക് ബസ്സാണ്. ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട്, പക്ഷെ കുറവാണ്. ബസ്സൊന്നും എപ്പോഴും ഉണ്ടാവില്ല. ആളുള്ളപ്പം മാത്രം, റഷ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അധികം ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ മോട്ടോ ബൈക്സാണ്, ബൈക്ക് ടാക്സീസാണ് ആൾക്കാർ എപ്പോഴും റിലൈ ചെയ്യുന്നത്. ഈ നിൽക്കുന്നതാണ് കേട്ടോ ബൈക്ക് ടാക്സീസ്. സിറ്റീൻ്റെ എവിടെ നോക്കിയാലും ഈ മോട്ടോനെ കാണാം. അങ്ങനെ നമ്മൾ കിഗാലി സിറ്റി വാക്കിൽ എത്തിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്ന ബിൽഡിംഗ് ആണ് കിഗാലി, ബാങ്ക് ഓഫ് കിഗാലി. സിറ്റി വാക്ക് തുടങ്ങുക കേട്ടോ. ഇതൊരു കാർ ഫ്രീ സോണാണ്. ഇവിടെ കാർസ് അലൗഡ് അല്ല. ഇതൊരു 500 മീറ്റർ ദൂരമുള്ളൊരു ചെറിയൊരു കോറിഡോറാണത്. ആളുകൾക്ക് വന്നിരിക്കാനും സംസാരിക്കാനും ഒരു ഗ്യാതറിങ്ങും ഒന്ന് നടക്കാനും കുട്ടികൾക്കൊന്ന് കളിക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയ. ഇത് ഡിസംബർ 2021 കംപ്ലീറ്റ് ചെയ്തത്. ഈ കോറിഡോർ ഫുൾ ഒരു ഗ്രീൻ കോറിഡോറാണ് കേട്ടോ. പച്ചപ്പും മരങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് ഡസ്റ്റ്ബിന്നാണ്. ഈ ഡസ്റ്റ്ബിൻ നിങ്ങൾ എല്ലാവിടെയും കാണും. കിഗാലിയിൽ മൊത്തം ഇത് കാണും.
അതുകൊണ്ട് റോട്ടിലൊന്നും ലിറ്ററിങ് ഇല്ല. ആളുകളിങ്ങനെ പേപ്പർ വലിച്ചെറിയുക, പിന്നെ കടലാസ് പേപ്പർ വലിച്ചെറിയുക, പ്ലാസ്റ്റിക് വലിച്ചെറിയുക, ട്രാഷ് അങ്ങനെയൊന്നുമില്ല. വേസ്റ്റൊന്നും ഇവിടെ കാണാനേ ഇല്ല. അതൊക്കെ ഒക്കെ ഡസ്റ്റ്ബിൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിലാണ് ട്രാഷ് ത്രോ ചെയ്യുന്നത്. പിന്നെ ഇതും നമ്മൾ സ്ഥിരം കാണും, ക്ലീനിങ്. എപ്പോഴും റോഡ് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും ആളുകൾ കേട്ടോ. അതുകൊണ്ട് റോഡൊക്കെ എപ്പോഴും നീറ്റായിരിക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, റുവാണ്ടയിൽ പ്ലാസ്റ്റിക് ബാൻഡാണ്. ഇവിടെ എവിടെയും പ്ലാസ്റ്റിക് കാണില്ല. ഇതാണ് കിഗാലി മോണ്യുമെൻറ്റ്. കിഗാലി എന്ന് പേരെഴുതിയിട്ട് ഒരു മോണ്യുമെൻറ്റ്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും ഷോപ്സ് ഉണ്ട്. ഈ നടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ഷോപ്സൊക്കെ ഇങ്ങനെ കാണും. ഇതൊക്കെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പ് മാത്രമല്ല, ഫുഡിൻ്റെ ഷോപ്സ് ഉണ്ട്. പിന്നെ അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന ഷോപ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഷോപ്സും എക്സിബിഷൻ സ്പേസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഒക്കെ ഗ്രീനാണ്. ഗ്രീൻ നടക്കുന്ന വഴി രണ്ട് സൈഡും പേയ്മെൻറ്റ്സ് ഒക്കെ ഗ്രീനാണ്. ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട്. ആളുകൾക്ക് നടന്നു കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ആ ആംബിയൻസും ആ വൈബും ഒക്കെ ഒന്ന് അബ്സോർബ് ചെയ്യാനും ഇരിക്കാനൊക്കെ ബെഞ്ചും ഇട്ടിട്ടുണ്ട്. അതൊരു ലേഡി രാജുവേട്ടൻ്റെ അടുത്ത് വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അവർക്ക് പിന്നെ ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതാണ് കിഗാലി സിറ്റി വാക്ക്. ഫുൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. ഫ്രീ വൈഫൈയും ഉണ്ട് കേട്ടോ. ഫുഡിൻ്റെയും കോഫീൻ്റെയും ധാരാളം ഷോപ്സ് ഉണ്ട്. ഇതാണ് ട്രാഷ് ബിൻ. നമ്മൾ ട്രാഷ് ഇടുന്ന ട്രാഷ് ബിന്നാണ് എല്ലായിടത്തും കാണാതെ. ഇതൊക്കെ കോഫി ഷോപ്സും റെസ്റ്റോറൻറ്റ്സും അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈവനിങ് ഒക്കെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യണമെങ്കിലുള്ളൊരു സ്ഥലം. എനിക്കിത് കണ്ടപ്പം കമ്പയർ ചെയ്യാൻ തോന്നിയത് നമ്മുടെ കാലിക്കറ്റുള്ള SM സ്ട്രീറ്റ് ആണ്. അതും കാർ ഫ്രീ സോൺ ആണല്ലോ ഇപ്പം. പക്ഷേ അത് ഫുൾ ഷോപ്സാണ്. ഗ്രീനൊന്നുമില്ല, ഇങ്ങനത്തെ ഇതൊന്നുമില്ല, ബെഞ്ചില്ല, ട്രാഷ് ഇല്ല, അതൊന്നുമില്ല. വെറും ഷോപ്സാണ്. പക്ഷേ കാർ ഫ്രീ സോൺ ആണല്ലോ. ഇതൊക്കെ എക്സിബിഷൻ സെൻറ്റേഴ്സൊക്കെയാണ് കേട്ടോ സൈഡിലുള്ളത്. ഇതൊരു കിയോസ്കും ഫുഡ് കോർട്ട്, ഫുഡും അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള ബെഞ്ചും അതൊക്കെയാണ്. വീണ്ടും ട്രാഷ് ക്യാൻ കാണാം. അതിൻ്റെ സൈഡിൽ ഷോപ്പും ഒരു ഹാൻഡിക്രാഫ്റ്റ് വിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. ധാരാളം ഹാൻഡിക്രാഫ്റ്റ്സ് വിൽക്കുന്ന ഷോപ്സ് ഉണ്ടായിരുന്നു. ടൂറിസ്റ്റിനെ എയിം ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ധാരാളം ഇങ്ങനത്തെ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഏരിയയിൽ. ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ, അപ്പോൾ അവരെ എയിം ചെയ്തിട്ട് ഉള്ള ഷോപ്സാണ് ധാരാളം ഉണ്ടായിരുന്നു. ഇത് ഈ റുവാണ്ടക്കാർ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കമ്മൽ, അവരുടെ ബാഗ്സ്, ചെരുപ്പ്, മെയ്ഡ് ഇൻ റുവാണ്ടയാണിത്. അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഈ ഷോപ്സ് കണ്ടു. ഈ ബാഗ്സൊക്കെ മെയ്ഡ് ഇൻ റുവാണ്ടയാണ് കേട്ടോ. അല്ലെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിൽ ധാരാളം ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ വേറെ വേർഷനൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ മാറ്റൊക്കെ നമുക്ക് നാട്ടിലും കിട്ടുമല്ലോ. അവരുടെ ഡ്രസ്സും ഒക്കെയാണ് കേട്ടോ അത്. ഇവിടുത്തെ കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ഇതെല്ലാം.
ഈ സോഫ്റ്റ് വുഡ് കൊണ്ടുള്ള കുറേ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മാല, കമ്മൽ എല്ലാം കളർഫുള്ളാണ് കേട്ടോ. വളരെ നല്ല ബ്രൈറ്റ് കളേഴ്സ്. ഇവിടുത്തെ ആളുകൾ പൊതുവേ ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ഷോപ്സൊക്കെ നമ്മൾ കയറി ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരേ ഉള്ളൂ. ഒരു ഈവനിങ് വാക്ക്. കണ്ടോ അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ്. ഇത് സിറ്റി വാക്കിൻ്റെ എൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സ്മോൾ പാച്ച്, 500 മീറ്ററിൻ്റെ ഒരു സ്മോൾ പാച്ച് ഓഫ് വാക്കാട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെൻറ്റാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും ഇത്ര ഫെസിലിറ്റീസും നീറ്റ്നെസ്സും ഒക്കെ. ഒരാൾ റുവാണ്ടൻ്റെ മാപ്പ് വിൽക്കാൻ വേണ്ടി കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ സിറ്റി വാക്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്രൈവർ വേറൊരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഡ്രൈവറെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. ഇത് സിറ്റി വാക്കിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഗ്യാസ് സ്റ്റേഷൻ. ഞാൻ വെറുതെ ഫിലിം ചെയ്തതാണ്. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒന്ന് ഫിലിം ചെയ്തേ ഉള്ളൂ. ഇതൊരു ബാങ്കിൻ്റെ ബിൽഡിംഗാണ്. ഞാൻ പേര് മറന്നുപോയി. ഇത് യുഗാണ്ടയിലുള്ളൊരു ഇന്ത്യൻ ഒറിജിൻ ആളിൻ്റെ ബാങ്കാണത്. അതിൻ്റെ ഒരു ബ്രാഞ്ച്, റുവാണ്ടൻ ബ്രാഞ്ചാണിത്. അത് കേട്ടപ്പോൾ പ്രൗഡായിട്ട് തോന്നി. ഒരു ഇന്ത്യക്കാരൻ്റെ ബാങ്ക് ആണല്ലോ, ഇന്ത്യൻ ഒറിജിൻ്റെ ബാങ്ക് ആണല്ലോ. ഒരു ഗുജറാത്തി ബിസിനസ്മാൻ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാളുടെ ബാങ്കിൻ്റെ ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് സിറ്റീൻ്റെ ഒരു ഓവർവ്യൂ. ഇതൊക്കെയാണ്. അങ്ങനെ വലിയ ബിൽഡിങ്സ് ഒന്നുമില്ല, ഒക്കെ വരുന്നേ ഉള്ളൂ. പുതിയ ബിൽഡിങ്സൊക്കെ ധാരാളം കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്മെൻറ്റ് ധാരാളം ഉണ്ട്. അപ്പം അടുത്തൊരു 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഹ്യൂജ് ഒരു ക്യാപിറ്റൽ സിറ്റിയായിട്ട് കിഗാലി മാറാം. കിഗാലി എന്ന് പറയുന്നത് റുവാണ്ടൻ്റെ സെൻട്രലാണ്, ഏറ്റവും നടുക്കുള്ളൊരു സ്ഥലമാണ് കിഗാലി. ഇതൊരു മൗണ്ടൻ ആയിരുന്നു, മൗണ്ട് കിഗാലി ആയിരുന്നു ഇത്. അതാണ് ഇപ്പം ക്യാപിറ്റലായിട്ട് മാറിയത്. റോട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഡസ്റ്റ്ബിൻ. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവർ വന്നു. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ളത്, നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളത് കിഗാലി റണ്ണിങ് ട്രാക്കാണ് കേട്ടോ. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെയാണ്, വളരെ അടുത്ത് തന്നെയാണത്. എന്ത് നീറ്റാലേ റോഡൊക്കെ. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. റുവാണ്ടൻ പ്രസിഡൻറ്റിൻ്റെ ഓഫീസും റെസിഡൻസും ഒക്കെ ഈ ചുറ്റുവട്ടത്ത് തന്നെയാണ് കേട്ടോ. പ്രസിഡൻറ്റ് ചിലപ്പം വീട്ടിലേക്ക് പോകുമ്പോഴും ഓഫീസിലേക്ക് പോകുമ്പോഴും ഒക്കെ ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ചെയ്ത് സ്പീഡിൽ പോകണമല്ലോ. അപ്പം ആളുകളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത് കാണാമായിരുന്നു. ഞങ്ങൾ റണ്ണിങ് ട്രാക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തും ഫിറ്റ്നസ്സും. ആളുകൾ എപ്പോഴും ഓടുകയോ നടക്കുകയോ ഒക്കെ കാണാം. ചിലപ്പോൾ ഓഫീസിൽ പോകുന്നത് ആളുകൾ ഓടിക്കൊണ്ടായിരിക്കും, എപ്പോഴും ഓട്ടമാണ്. ചെറുപ്പക്കാരൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടേ പോണത് കാണാം. ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വളരെ ധാരാളം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കൺട്രിയാണ് റുവാണ്ട. ഇതാണ് ട്രാക്ക്. നല്ല ഹൈ ക്വാളിറ്റി റബ്ബർ ട്രാക്കാണ് കേട്ടോ അത്.
ഇവിടെ സൈക്കിൾസ് അലൗഡ് അല്ല, ഈ ട്രാക്കിൽ പെറ്റ് അലൗഡ് അല്ല, ഫുഡ്, മ്യൂസിക്, കൂട്ടം കൂടിയിട്ടുള്ള നടത്തം അതൊന്നും ഇവിടെ അലൗഡ് അല്ല. അതുപോലെ വേസ്റ്റൊന്നും ലിറ്ററിങ് നമുക്കിങ്ങനെ വലിച്ചെറിയാനൊന്നും പറ്റില്ല കേട്ടോ അവിടെ. അങ്ങനെ ആ ട്രാക്കൊക്കെ കണ്ടു ഞങ്ങൾ കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഗവൺമെൻറ് ഫിസിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന് ധാരാളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലോങ് ട്രാക്കാണ്, നമുക്ക് ജോഗ് ചെയ്യാനും റൺ ചെയ്യാനൊക്കെ നല്ലതാണിത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. നൈറത്തുറാമ പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. എന്ത് ഭംഗിയുള്ള സ്ഥലം അല്ലേ, നോക്കിയേ. നല്ല കുന്നുകളും താഴ്വരകളും ഒക്കെയാണ്. ആളുകൾ നടക്കുന്നു, ഓടുന്നു. ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇത്. റോളിംഗ് ഹിൽസ് ആണ്. ഈ നിൽക്കുന്ന ആളുകളെ കണ്ടോ, ഇതാണ് മോട്ടോ ആൾക്കാർ കേട്ടോ, ബൈക്ക് ടാക്സീസ്. അവർ ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കയ്യിലൊരു ഹെൽമെറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓട്ടോ പോലെ തന്നെ ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി ലൊക്കേഷൻ, അവർ നമ്മളെ കൊണ്ടുവിടും. അവർ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. കിഗാലിയിൽ എവിടെയും നമുക്ക് അവരെ കാണാം. ഇതാണ് ആളുകളുടെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. എളുപ്പമാണ്, വേഗം എത്തുകയും ചെയ്യും. ബ്യൂട്ടിഫുൾ സിറ്റി. മഴയും കൂടി ആയാൽ പെർഫെക്റ്റായി. നല്ല വെതറും നല്ല ഭംഗിയുള്ള സ്ഥലവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. മുടങ്ങാതെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഓക്കെ ദെൻ, സീ യു ലേറ്റർ. ടേക്ക് കെയർ.